ഇത് ഒരു ആത്മഹത്യ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടാനായിട്ടാവാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഒരു യഥാർത്ഥ കൊലപാതകത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ പ്രണയിച്ച് വലയിൽ വീഴിക്കുന്നു. അതിൽ നിന്ന് നേടിയെടുക്കാവുന്ന എല്ലാം നേടിയെടുക്കുന്നു. അതിനുശേഷം ദുരുപയോഗത്തിൻ്റെ അത് എല്ലാ മേഖലയിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അവസാനം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നു. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വേദികളും ഒരുക്കി വയ്ക്കുന്നു. നിർബന്ധിച്ച് ഇവരെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പൊന്നാനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനിടയിൽ വേറെ ആളുകളുടെ പിന്നാലെ ഇയാൾ പോകുന്നു. അവസാനം നീ മരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അനുവാദവും കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിന്റെ രക്തസാക്ഷിയായിട്ട് ഈ കൊച്ചിനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടു വീട് അല്ലെ, എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് ആ അമ്മയുടെയും ആങ്ങളുടെയും ഒക്കെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞ ഈ കുടുംബത്തിന് മാത്രമാണ്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ട ഗവൺമെന്റ് സംവിധാനങ്ങൾ അല്പം കൂടിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്രയും കാലമായിട്ട്, ഇത്രയും ദിവസങ്ങളായി, എന്നിട്ടും ഈ കുട്ടിയുടെ, അതായത് മാതാപിതാക്കന്മാർ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതായത് നിയമ സംവിധാനങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കണ്ണടച്ച് കൊടുക്കുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു, ഞങ്ങളായിട്ട് ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് പ്രവർത്തിക്കാനുള്ള വേദികൾ തുറന്നു കൊടുക്കുകയാണ്.